ഉണ്ട്. ടൂറിസം തന്നെയായിരുന്നു ആ പ്രദേശത്തെ ആളുകളുടെ ഉപജീവന മാർഗം. ആ ഉപജീവന മാർഗവും ആളുകളെയും ഒക്കെ ജീവനും സ്വത്തും ഒക്കെ തുടച്ച് നീക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അതിന്റെ എത്രത്തോളം വ്യാപ്തിയിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ചോദ്യമായി ഉയരുന്നത്. അത് അറിയണമെങ്കിൽ അല്പം കൂടി സമയം കാത്തിരിക്കേണ്ടി വരും. വലിയ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വരികയാണ്. അതിനകത്ത് പറഞ്ഞതുപോലെ 60ഓളം ആളുകളെ കാണാതായി എന്ന് വിവരങ്ങളുണ്ട്. പക്ഷെ അത് എത്രത്തോളം വലിപ്പത്തിലേക്ക് ആ സംഖ്യ ഉയരുമെന്ന് അറിയില്ല. ഇപ്പോ സേനാംഗങ്ങളൊക്കെ എത്തിയ സാഹചര്യത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം വലിയ ദ്രുതഗതിയിൽ കാര്യമായി നടക്കും. രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ അവിടെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് സ്ഥിതി നേരിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഒപ്പം സൈന്യവും പോലീസും എല്ലാം തന്നെ